ഓം ശ്രീ മഹാകാളി വരാഗ്യ വജ്രകോശി നമ. നമസ്കാരം, ഞാൻ രാഘുമാർ ശ്രീരാമം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്ന് മകം, പൂരം, ഉത്രം ഒന്നാം പാദം വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ കൂറുഫലമാണ് പറയാൻ പോകുന്നത്. എപ്പോഴത്തെയും പോലെ ഇപ്പോഴും പറയുന്നു, ഫലം പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക. അതിൻ്റെ വരും വരായികകളെ മുൻകൂട്ടി അറിയാൻ ശ്രമിക്കുക. അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു രാജകോപം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് രാജകോപമല്ല, രാജകോപത്തിന് പകരം സർക്കാർ കോപമാണ് ഉണ്ടാവുക. കേസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അപ്പോൾ ഇതുപോലെയുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യാഴം 12, 11 ഭാവങ്ങളിലും ശനി 8-ാം ഭാവത്തിലും രാഹു 7-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ മാന്ത്രിക വിദ്യ, ജാലവിദ്യ എന്നിവയിൽ നിന്ന് ഗുണാനുഭവമുണ്ടാകാം. ചിങ്ങമാസത്തിൽ ധനവർദ്ധനവും കുടുംബത്തിൽ ഐക്യതയുണ്ടാകുമെങ്കിലും കാര്യതടസ്സം, മേലധികാരികളോട് കലഹം, ക്രോധം, അപമാനിതരാവുക എന്ന ഫലങ്ങൾ കൂടെ ഉണ്ടാകും. കന്നിമാസത്തിൽ ഉന്നത വ്യക്തികളുമായി സൗഹൃദബന്ധം പുലർത്താനും സ്വാദിഷ്ട ഭോജനത്തിലൂടെയും സുഖനിദ്രയിലൂടെയും ജീവിതം ആസ്വദിക്കാനും സാധ്യമാകും. എന്നിരുന്നാലും ശിരസ്സിനും നേത്രത്തിനും രോഗസാധ്യതകൾ കൂടുതലാണ്. ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തുലാമാസത്തിൽ വരുമാന വർധനവും ആരോഗ്യവർധനവും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം കളിയാടും. എന്നിരുന്നാലും പരസ്പര ചേർച്ചയില്ലായ്മ കാരണം പരിഹാസ്യരാകാൻ സാധ്യതയുണ്ട്. വൃശ്ചികമാസം വളരെയേറെ ശ്രദ്ധ വേണം. ഉദ്ദേശകാര്യങ്ങൾ നടക്കുമെങ്കിലും കാലതാമസം വേണ്ടിവരും. ആരോഗ്യക്ഷയം, കുടുംബത്തിൽ സന്തോഷം കുറയാൻ സാധ്യത, വാക്കുതർക്കത്തിന് സാധ്യത, ശരീരത്തിന് ക്ഷതമേക്കാൻ സാധ്യത. ധനുമാസത്തിൽ ജീവിതാസ്വാദനമുണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് സഹായമുണ്ടാകും. ഗ്രഹം മൂടി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ശത്രുഭയത്തിനും ഉത്കണ്ഠയ്ക്കും സാധ്യത കാണുന്നു. മകരമാസത്തിൽ കാര്യവിജയവും ധനപരവും ഉണ്ടാകുമെങ്കിലും ശത്രുഭയത്തിന് സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് രോഗാവസ്ഥ കൂടാൻ സാധ്യതയുണ്ട്. കുംഭമാസത്തിൽ കാര്യവിജയമുണ്ടാകും. സ്വർണലാഭം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും അഭിപ്രായ ഭിന്നത, ബന്ധുമിത്ര വിയോഗം, സാമ്പത്തിക ക്ലേശം എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മീനമാസത്തിൽ ഭൂമി വാങ്ങാനും ധനലാഭത്തിനും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിലും മാനസിക ബുദ്ധിമുട്ടും, വാക്കുതർക്കം, അപകടം, ധനച്ചിലവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മേടമാസത്തിൽ ആഹ്ലാദിക്കുവാനും സാധുക്കൾക്ക് ദാനകർമ്മങ്ങൾ ചെയ്യുവാനും ഇടയുണ്ടാകും. ഇരുന്നാലും യാത്രാവേളയിൽ ശരീരാഘാതമേൽക്കാതെ ശ്രദ്ധിക്കണം. ഇടവമാസത്തിൽ കുടുംബത്തിൽ സന്തോഷവും ധനവർധനവും ഉണ്ടാകുമെങ്കിലും ഭരണാധികാരികളുമായി വാക്കുതർക്കത്തിന് സാധ്യതയേറെയാണ്. മിഥുനമാസത്തിൽ ഇവർ വൻ വിജയങ്ങൾ കരസ്ഥമാക്കും. ഉന്നത വ്യക്തികളുമായി സമ്പർക്കം പുലർത്തും. സർവ സൗഭാഗ്യങ്ങളും ധനവരവും വന്നുചേരും. എന്നിരുന്നാലും പ്രവർത്തന മേഖല അത്ര അനുകൂലമല്ല. കർക്കിടക മാസത്തിൽ സർവകാര്യ വിജയമുണ്ടാകും. മാനസിക ഉല്ലാസങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷവും വന്നു ചേരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ കൂറുകാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംശയാസ്പദമായി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് വ്യക്തമായി പരിശോധിച്ച് പ്രവർത്തിക്കുക. തെറ്റിദ്ധാരണകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കൂറുകാർ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും പുരുഷ സൂക്ത മന്ത്രാർച്ചന ചെയ്യുകയും ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ഗണപതി ഭഗവാന് കറുകഹാരം സമർപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടണം.
എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട.